ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴ ജില്ലയിൽ കുട്ടികളിൽ വീണ്ടും മുടിനീർ രോഗം സ്ഥിരീകരിച്ചു. മാരാരിക്കുളം ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് മുടിനീർ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം കൂടുതൽ കുട്ടികളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ സ്കൂളിന് ജനുവരി 22 മുതൽ 21 ദിവസം അവധി നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർവഹിക്കേണ്ടതാണ്. വിദ്യാലയങ്ങളിൽ മുടിനീർ പടർന്ന് പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികൾ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടത്തണമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തന രീതികളെപ്പറ്റി പഠിക്കാനായി 17-അംഗ ജാർഖണ്ഡ് സംഘമെത്തി. റാഞ്ചി ജില്ലാ പഞ്ചായത്തിലെ 8 അംഗങ്ങളും 5 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും 4 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് കിലയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിലെത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ്റെ നേതൃത്വത്തിൽ സന്ദർശക സംഘത്തിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ S. രാധാകൃഷ്ണൻ, D. അംബുജാക്ഷി, R. റിയാസ്, കില കൺസൾട്ടന്റ് PV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി ബോർഡിൽ അംശാദായം യഥാസമയം ഒടുക്കാത്തതിനാൽ അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കുടിശ്ശിക തീർക്കാൻ അവസരം അനുവദിച്ചു. 10 വർഷം വരെ കുടിശ്ശിക ഉള്ളവർക്ക് ഫെബ്രുവരി 2 തുക അടച്ച് അംഗത്വം പുതുക്കാമെന്ന് ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജില്ലാ ഓഫീസിൽ അംഗത്വം പുതുക്കാൻ എത്തിച്ചേരുന്നവർ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് കൂടി ഹാജരാക്കേണ്ടതാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പള്ളിപ്പാനയുടെ ഒരുക്കങ്ങൾ തുടങ്ങി. 12 വർഷത്തിലൊരിക്കലാണ് പള്ളിപ്പാന ചടങ്ങ് നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള പ്രധാന പന്തലിൻ്റെ കാൽനാട്ടുകർമ്മം പടയണി ആചാര്യൻ പ്രൊഫസർ കടമനിട്ട വാസുദേവപിള്ള നിർവഹിച്ചു. തന്ത്രി പുതുമന ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പാന ആചാര പ്രതിനിധികളായ D. ഹരിദാസ്, വാസുദേവ ആചാരി, ഉപദേശക സമിതി പ്രസിഡന്റ് കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി TR രാജീവ്, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ K. ഇന്ദുകുമാരി, അസിസ്റ്റന്റ് കമ്മീഷണർ V. ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുന്നപ്ര അറവാട് ക്ഷേത്രത്തിൽ പൊങ്കാല വഴിപാട് നടന്നു. അറവാട് ശ്രീദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊങ്കാല വഴിപാട് നടന്നത്. വിശാലമായ ക്ഷേത്ര മൈതാനം നിറഞ്ഞ ദേശീയപാതയോരത്തും പഴയ നടക്കാവ് റോഡിൻ്റെ വശങ്ങളിലും വരെ പൊങ്കാല അടുപ്പുകൾ നിരന്നു. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് ഭദ്രദീപ പ്രകാശനം നടത്തി. മേൽശാന്തി ഷാനവാസ്, ക്ഷേത്രയോഗം ഭാരവാഹികളായ S. കിഷോർ കുമാർ, PT സുമിത്രൻ, K. രമണൻ, G. രാജു, ബിനീഷ് ബോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടനാട്ടിൽ പുഞ്ചകൃഷി പുരോഗമിക്കുന്നതിനിടെ യൂറിയ ക്ഷാമം കടുത്തു. ചിലയിടത്തെ യൂറിയ ഉണ്ടെങ്കിലും യൂറിയക്കൊപ്പം തങ്ങളുടെ മറ്റുൽപ്പന്നങ്ങളും വാങ്ങണമെന്ന വിളക്കമ്പനികളുടെയും സഹകരണ സംഘങ്ങളുടെയും പിടിവാശിയും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. യൂറിയ ആവശ്യപ്പെട്ടെത്തുന്നവർക്ക് മറ്റു വളങ്ങൾ കൂടി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് പ്രധാന പരാതി. സഹകരണ സംഘങ്ങൾക്കും രാസവള വിൽപ്പന കേന്ദ്രങ്ങൾക്കും കമ്പനികൾ യൂറിയ വിതരണം ചെയ്യുന്നതും ഇതേ രീതിയിലാണത്രേ. 5 ടൺ യൂറിയ ആവശ്യമാണെങ്കിൽ 4 ടൺ യൂറിയയും 1 ടൺ രാസവളവുമാണ് എത്തിക്കുക. യൂറിയ മാത്രമായി വിറ്റാൽ വളം കെട്ടിക്കിടക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. ആലപ്പുഴ തെക്കൻ ആര്യാട് തെക്കൻ പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മകരപ്പൂയ ഉത്സവം ഇന്ന് തുടങ്ങി. ഫെബ്രുവരി 1 ഉത്സവം സമാപിക്കും. ഇതോടനുബന്ധിച്ച് നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. തന്ത്രി ജയ തുളസീധരൻ്റെ മുഖ്യ കാർമ്മികത്തിൽ കൊടിയേറ്റ് കർമ്മവും നടന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് NS ഷാജു, സെക്രട്ടറി D. മഹേഷ് കുമാർ, ഭരണസമിതി അംഗങ്ങളായ G. ശിവൻകുട്ടി, K. വാസുദേവർ എന്നിവരാണ് ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.